ഭാരതരി വിതരണം നിർത്തുന്നതിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്ര സർക്കാർ നടപടി ബോധപൂർവമെന്ന് സിദ്ധരാമയ്യ പറയുന്നു. കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സിദ്ധരാമയ്യ പറയുകയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് റാഫി കരീം ചേരുന്നു നമുക്കൊപ്പം. മുഹമ്മദ് റാഫി, ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റാഫി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലെ ഭാരത് റൈസിന്റെ വിതരണ അവസ്ഥ എന്താണെന്ന്. ഈ എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് വന്നതോടുകൂടി അരി വാങ്ങാൻ അവസരം നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോഴത്തെ കർണാടകയിൽ എന്താണ് അവസ്ഥ? പ്രതിഷേധത്തിലേക്ക് പോവുകയാണെന്ന് കോൺഗ്രസ് പറയുന്നു. വിവരങ്ങൾ. ശ്രീലക്ഷ്മി, കേരളത്തിന് പിന്നാലെ കർണാടകയിലും ഭാരത് റൈസിന്റെ അരി വിതരണം നിലച്ചിരുന്നു. കർണാടകയിൽ ജൂലൈ ആദ്യവാരം മുതൽ ഭാരത് റൈസ് വിതരണം അവതാളത്തിലാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചിരിക്കുന്നത്. മുൻ ഉപപ്രധാനമന്ത്രി ബാബു ജഗ്ജീവൻ റാമിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വിധാൻ സൗദയിൽ നടന്ന ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴായിരുന്നു ഭാരത് അരി വിതരണം നിലച്ചതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ സിദ്ധരാമയ്യ വിമർശിച്ചത്. ഭാരത് അരി വിതരണം നിലച്ചത് സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. ഭാരത് അരി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഭാരത് അരി കൊണ്ടുവന്നതെന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അത് നിർത്തിയെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. ഒപ്പം സംസ്ഥാന സർക്കാരുകൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭാരത് അരി വിതരണം നിർത്തുന്നതെന്നും സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ട അരി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് സ്റ്റോക്ക് ഉണ്ടായിട്ടും നൽകിയില്ലെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു. എന്തായാലും കേരളത്തിന് പിന്നാലെ കർണാടകയിലും ഭാരത് അരി വിതരണം അവതാളത്തിലായിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി തന്നെ ഭാരത് അരി വിതരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണവും നടത്തിയിരിക്കുന്നു. ഈ എന്ത് തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇവർ മുതിരുന്നത് മുഹമ്മദ് റാഫി? ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് കർണാടക സർക്കാർ അവരുടെ ഒരു സൗജന്യ അരി വിതരണ പദ്ധതിയായ അന്നഭാഗ്യ പദ്ധതിക്ക് വേണ്ടി അരി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലോട് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നിട്ടും അരി നൽകാൻ കഴിയില്ലെന്ന മറുപടി ലഭിച്ചുവെന്നാണ് കർണാടക മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഏതു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും കർണാടക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ശരി.